ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കിച്ചൂസ് വേൾഡ് ഓഫ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ് കേട്ടോ. വറ്റിച്ചെടുത്ത മീൻ കറിയാണ്. സ്രാവാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്രാവ് കുറച്ച് മുളകും ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് വറുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് വറുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്കിത് വറുക്കാം. അതായത് നോർമൽ ഡീപ്പായിട്ടുള്ള ഫ്രൈ അല്ല, നോർമലായിട്ട് നമ്മളിത് വറുത്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞത്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഞാൻ 2 വലിയ കുടംപുളി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വറുത്ത് വരുന്നതിലേക്ക് നമുക്ക് ഒരു 5-6 പച്ചമുളക് കീറിയിടാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 കപ്പ് നാളികേരപ്പാൽ എടുക്കുന്നത്. അതായത് നോർമലി വെള്ളമൊന്നും അധികം ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കട്ടിയുള്ള നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നാളികേരപ്പാലിൽ ഇത് ചേർന്നിട്ട് ഇത് ഇങ്ങനെ വറ്റി വരണം. അതിന് ശേഷമാണ് നമ്മളിത് കറിയാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ 1/2 കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നാളികേരപ്പാൽ ഇത്തിരീശ്. അപ്പോൾ തീ വളരെ കുറച്ചിട്ടാണ് വെച്ചേക്കണം. ഇപ്പോൾ ഏകദേശം നോർമലി ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് നാളികേരപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാളികേരപ്പാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷെ ഞാനിതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1/2 സ്പൂണേ ഉള്ളൂ കുരുമുളക് പൊടി. അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് വറ്റട്ടെ. ഈ മീൻ ഫുള്ള് ഈ നാളികേരപ്പാലിലും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയിലും കിടന്നിട്ട് വറ്റി വരണം, നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ഈ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മുടെ എന്താ പറയുക, ചെറിയുള്ളിയും ഇതെല്ലാം വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം വളരെ ചെറിയ തീയിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. നോർമലി ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് വറ്റി വരണം. വറ്റി ഈ മീനിലേക്ക് ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വറ്റി മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ മീൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഇപ്പോൾ ഏകദേശം എന്താ നമ്മുടെ വറ്റി നന്നായിട്ട് മീനിൽ നാളികേരപ്പാലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കളയണ്ട. അപ്പോൾ നമുക്ക് ചെറിയുള്ളിയും ഇതൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. അത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് പോകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ മൺചട്ടി ആട്ടോ യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിൽ മീൻ കറി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി, 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇതേപോലെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാശ്മീരി ചില്ലി ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് പച്ചക്കുത്ത് പോകുന്നവരെ നമുക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി, അതായത് 1/2 കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ. കുടംപുളിക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് തന്നെ 1/2 കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ. 1/2 കഷ്ണം തക്കാളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അതും ഇതേപോലെ തന്നെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, അതായത് ഞാനൊരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഏകദേശം തിളച്ച് വരുമ്പോൾ ഇതിലെ എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റതാണ്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൊടംപുളിയില്ലേ, കൊടംപുളി 2 വലിയ കൊടംപുളി എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എടുത്തുകൊണ്ടാണ് കേട്ടോ അത് ചൂടുവെള്ളത്തിൽ ഇട്ടത്, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റട്ടെ. വറ്റാന്ന് പറഞ്ഞാൽ നല്ലോണം വറ്റണ്ട, ഏകദേശം ഒരു നോർമൽ ഇതാവുമ്പോൾ വറ്റി നമ്മുടെ വീണ്ടും എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറ്റിച്ച് വെച്ച മീൻ, അതായത് നാളികേരപ്പാലിൽ വറ്റിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. സ്രാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അധികം ഉടയാണ്ട് മൊത്തത്തിൽ ഇളക്കി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഉടഞ്ഞു പോകും. നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ നാളികേരപ്പാലിൽ നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത മീനും ഈ ചാറിൽ കിടന്നിട്ട് നന്നായിട്ട് ആവണം. ഇത് ഏകദേശം നമ്മൾ എല്ലാം ഫ്രൈ ആയിട്ട് നോർമൽ ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഇതിലിട്ടിട്ട് വേവിക്കേണ്ട. പിന്നെ നാളികേരപ്പാലിൽ ഓൾറെഡി ഇത് നമ്മളൊരു 5-6 മിനിറ്റ് വേവിച്ചതാണ്. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടയാണ്ട് നമ്മൾ നോക്കണം. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. കാരണം നമ്മൾ ചട്ടകം വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറി ആയി വരുന്നുണ്ട്. നന്നായിട്ട് വറ്റട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ ഇത് നമ്മൾ തിളപ്പിക്കരുത്. കാരണം മീൻ നന്നായിട്ട് ഉടയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളികേരപ്പാലിലും പിന്നെ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നാളികേരപ്പാലിൽ നമ്മൾ വറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അധികം നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീനിന് ഈ മസാലയിൽ ഈ മീനെല്ലാം ചേർന്ന് നമ്മൾ നന്നായിട്ട് ഇതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവായിട്ട് തോന്നിയായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പുളി കൂടി വന്നപ്പോൾ നമ്മുടെ ഉപ്പ് കുറവായ പോലെ തോന്നി. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിന് ഫ്രൈ ചെയ്തിട്ട് നാളികേരപ്പാലിലൊക്കെ വറ്റിച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ വേറൊരു ഫ്ലേവറായിട്ടായിരിക്കും കിട്ടുക. നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇതിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ട് കറി നമ്മുടെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്ര ചാറേ ഇതിന് കാണത്തുള്ളൂ, ഓവറായിട്ടുള്ള ചാറില്ല. ഇത് നല്ല കട്ടിയായിട്ട്, ഇതിപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കാതിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.